സൂപ്പർ പ്രൈം ചർച്ച തുടരുന്നു. ശ്രീ പി സുരേഷ്, അഡ്വക്കേറ്റ് ശാന്തി മായാദേവി ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി എന്താണ്? ഹലോ ശ്രീ സുരേഷ്. ഹലോ. അഡ്വക്കേറ്റ് ശാന്തി ദേവി പറഞ്ഞത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എടുത്ത ഒരു കേസിൽ, ശാന്തി ദേവി ഹാജരായ ഒരു കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന നിയമത്തിലാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ശാന്തി പറഞ്ഞതുപോലെ തന്നെ എ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമായ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സ്ഥാപനത്തിലേക്ക് മാറ്റി ഗവൺമെൻറ്റിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിതാക്കൾക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അത്തരം കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സ്റ്റേറ്റിനുണ്ട് എന്ന ബാലാവകാശ നിയമത്തിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കി രൂപം കൊടുത്ത നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. ആ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിൽ വന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ശാന്തിക്ക് തന്നെ അറിയാവുന്ന പോലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ തെരുവിലലയുന്ന കുട്ടികൾ, സംരക്ഷണം ആവശ്യമുള്ള കുട്ടികൾ, ചൈൽഡ് ലേബർ ബാലവേലക്ക് നിയോഗിക്കപ്പെടുന്ന കുട്ടികൾ, സെക്ഷൽ അബ്യൂസിന് വിധേയമാകുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന കുട്ടികൾ. ഇപ്പോൾ ശാന്തി പറഞ്ഞ കേസിൽ കുട്ടിയുടെ വലിയമ്മ അല്ലേ, വലിയമ്മ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുന്നില്ല, സംരക്ഷിക്കാൻ കഴിയില്ല എന്നൊരു പരാതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് വന്നപ്പോൾ അത് പരിശോധിക്കുകയും വലിയമ്മ അൺഫിറ്റാണ് എന്ന് തീരുമാനിക്കുകയും കുട്ടിയെ സ്ഥാപനത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ഇത്തരം കാര്യങ്ങളിൽ എ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ വിഷയം വരുന്ന സമയത്ത് വളരെ അവധാനതയോടുകൂടി മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് എ ചൈൽഡ്. ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഈസ് ദ ബെസ്റ്റ് വേ ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ്. ഈ രണ്ട് കാര്യങ്ങളും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ അടുത്ത് ഒരു മാസം മുന്നേ പുതിയ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ക്ലാസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ ഇൻട്രാക്ഷനിൽ ചെയർമാൻ എന്ന നിലക്ക് അത് ശാന്തി പറഞ്ഞ പോലെ തന്നെ ആ വികാരം, ശാന്തി പറഞ്ഞ പോലുള്ള വികാരം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും തെറ്റാണെന്നല്ല. നമുക്ക് ഈ ഒരു കേസ് എടുക്കാം. ഈ ഒരു കേസിൽ അച്ഛൻ അൺഫിറ്റായി, അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയെ ബാക്കിയുള്ള കുട്ടിയെ രക്ഷിക്കാൻ അച്ഛന് അവകാശമില്ല. പിന്നെ ആരാണ് അവകാശമുള്ളത്? സ്വാഭാവികമായിട്ടും നിയമപരമായി അമ്മക്കാണ് അവകാശം. എന്നാൽ ഈ കേസ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ വന്നാൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഈ കുട്ടിയെ ആക്രമിച്ച സമയത്ത് രക്ഷിക്കാൻ ബാധ്യതയുള്ള അമ്മ എന്തുകൊണ്ട് രക്ഷിച്ചില്ല? കുട്ടിക്കെതിരെ ആക്രമണങ്ങൾ വന്നപ്പോൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? സർവോപരി കുട്ടി ആക്രമണത്തിന് വിധേയമായതിനു ശേഷമോ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷവും മണിക്കൂറുകളോളം ഡോക്ടറുമായി തർക്കിച്ച അവസ്ഥ എന്താണ്? കുട്ടിയെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് അമ്മ കാറിലേക്ക് പോയെന്നും പോലീസ് വീണ്ടും ബലം പ്രയോഗിച്ച് അമ്മയെ വേനിലേക്ക് കയറ്റിയെന്നും ദൃശ്യമാധ്യമങ്ങൾ പറയുന്നു. ഇതൊക്കെ ശരിയാണ് എങ്കിൽ സ്വാഭാവികമായും ഈ കുട്ടി എ ചൈൽഡ് ഇൻ നീഡ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവും. അമ്മയെയും അൺഫിറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ അതിലൊരു വൈകാരികമായിട്ട് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അമ്മക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ കേസിൽ തന്നെ കുട്ടിയുടെ ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവിൻ്റെ അച്ഛൻ ഞങ്ങളുടെ മുന്നാകെ ബാലാവകാശ കമ്മീഷന് മുമ്പാകെ ഒരു പരാതിയുമായി വന്നിരിക്കുകയാണ്. ആദ്യ മരണത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെട്ടതിലുള്ള കൃത്യമായ അന്വേഷണത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ഈ പരാതിയിൽ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ ഈ സ്ത്രീക്ക് കൊടുക്കരുതെന്നും ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ് ആദ്യ ഭർത്താവിൻ്റെ അച്ഛൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കേസുകൾ വരുമ്പോൾ നല്ല അവധാനതയോടുകൂടി ആർക്കാണ് കൊടുക്കേണ്ടത്? അമ്മക്കാണോ കൊടുക്കേണ്ടത്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. ഇനിയല്ല ഈ ആദ്യ ഭർത്താവിന് അച്ഛനാണോ കൊടുക്കേണ്ടത് എന്ന് പരിശോധിക്കണം. ഇനി അച്ഛനും ഈ പറയുന്ന അച്ഛനും അമ്മക്കും കൊടുക്കാതെ വരുമ്പോൾ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാപനത്തിലേക്ക് സ്റ്റേറ്റിൻ്റെ സംരക്ഷണത്തിലേക്ക് കുട്ടിയെ അയക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്.
അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് വന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും ഒന്നും പ്രാധാന്യം കുറച്ച് കാണാൻ ശാന്തിയെ പോലുള്ള ഒരു അഭിഭാഷക തയ്യാറാവരുത് എന്നാണ്. ശരി ശരി, ഞാൻ ഇടപെടുകയാണ് സാർ. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ CWCകളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള വിമർശനം വരെയുണ്ടായി. വയനാട്ടിലെ CWC പറ്റി നേരത്തെ വിവാദമുണ്ടായതാണ്. അവിടുത്തെ ചെയർമാൻ തന്നെ ആ കേസ് ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്ന്. ശരിയാണ്, ഇപ്പോൾ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും അത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്ന് മാത്രമല്ല, ഇത്തരം കമ്മിറ്റികളിൽ ഈ മതവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഉൾപ്പെടുത്തുന്നു. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു, തിരുത്തലുകൾ വരുത്തുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ പല താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടത് പ്രവർത്തിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കാര്യക്ഷമതയെ ഇങ്ങനെ ഓരോരോ നിർണായക സന്ദർഭങ്ങളിൽ ഘോഷിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ പോയിന്റിൽ ഇതൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്താണ് ഇതിന് കൂടുതൽ പ്രാധാന്യം വന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ശൈശവദശയിലാണ് ഇതെല്ലാം. അപ്പോൾ അതിന് കുറച്ച് ദുരുപയോഗം ചെയ്യുന്നതിൽ ആ ശൈശവദശയല്ല കാണുന്നത്, നല്ല മൂപ്പത്ത ദുരുപയോഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് എങ്കിലും അത് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ നമുക്ക് വളരെയധികം കാര്യങ്ങൾ, ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ പോയി, ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദിക്കും. കാരണം എത്ര തിരക്കുണ്ടെങ്കിലും ശരി, അതൊരു നല്ല മെസ്സേജ് തരികയാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം, കുട്ടികളിലുള്ള പ്രാധാന്യം ഒരു ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ. അപ്പോൾ അത് ഏതായാലും നന്നായി. ശൈലജ ടീച്ചറും അതുപോലെ തന്നെ പറഞ്ഞു. ഏതായാലും പി സുരേഷിൻ്റെ ബാലാവകാശ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. പക്ഷേ ഇത് മറ്റേ ശാന്തി ദേവി ചൂണ്ടിക്കാണിച്ച പോലെയുള്ള സംഭവങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വീഴ്ച ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് കാര്യം, ഞാൻ ഈ പോലീസ് വളരെയധികം ഈ കൊലക്കേസുകൾ പലതും നമുക്കറിയാം വിട്ടുപോകുന്നുണ്ട്. അപ്പം അതിനെന്ത് ചെയ്യാൻ നോക്കും? കേസ് വളരെ വീക്കായതുകൊണ്ടായിരിക്കാം കേസ് വിട്ടു. പക്ഷേ അയാളാണ് ചെയ്തതെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ ആൾ സ്വതന്ത്രനായി വിട്ടുപോകുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് അമേരിക്കയിൽ. അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. ഒരു വർഷമായിട്ട് വിളിയില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് വന്നു ഞാൻ പറഞ്ഞു, ഒരു വർഷമായിട്ട് വിളിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇങ്ങേരുടെ ഭാര്യ വൈഫ് ഒരു നഴ്സാണ്. ഇങ്ങേർക്ക് വലിയ ജോലിയൊന്നുമില്ല, വെള്ളമൊക്കെ അടിച്ചൊക്കെ നടക്കും. ഭാര്യയായിട്ട് എന്നും വഴക്ക്. അവിടുത്തെ കുട്ടി ഒന്ന് പോലീസ് വിളിച്ച് പറഞ്ഞു അപ്പനും അമ്മയും വഴക്കുണ്ടാക്കിയപ്പോൾ 6 മാസം അകത്ത് കിടന്നു. പക്ഷെ അമേരിക്കയിലാണ്. അമേരിക്ക സാരമില്ല. നമുക്കിപ്പം ബാലാവകാശ കമ്മീഷൻ അദ്ദേഹം പറഞ്ഞു, നമുക്കിവിടെ ഒരു സംവിധാനം, അവർ 1600ഓളം കംപ്ലയിൻ്റ് എങ്ങാണ്ട് വന്നു എന്ന് പറയും. നമുക്കതല്ല അവർ കുട്ടികൾക്ക് നമ്പർ ഓർത്തിരിക്കാൻ 100 തന്നെ മതി. അന്നേരം വീട്ടിൽ അപ്പനും അമ്മയും വഴക്കുണ്ടാക്കിയാൽ, അല്ലെ ഇളയ കൊച്ചിന് ഇങ്ങനെ ഒരു ഇതുണ്ടായാൽ അന്നേരം അവർ വിളിച്ച് പറഞ്ഞു, അവർ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞോളൂ. എല്ലാവർക്കും മൊബൈൽ ഉപയോഗിക്കാൻ അറിയാം. 100 വിളിച്ച് പറയട്ടെ, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അതൊരു കാര്യം. അത് നമുക്കിവിടെ വ്യാപകമാക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പല സന്ദർഭത്തിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇവിടെ കുട്ടികളുടെ കരച്ചിലുണ്ടാകും, അറിയാതെ വണ്ടി നിർത്തിപ്പോവും. ആ കുട്ടി എന്തിനാണ് കരയുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ചിന്ത എല്ലാവർക്കും വേണം. അയൽവക്കത്തെ വീട്ടിലായാലും എവിടെയായാലും അകാരണമായ ഒരു കുട്ടി കഴിഞ്ഞാൽ അത് എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു ബാധ്യത സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും നമുക്കിത് അതൊന്നും ഈ അയൽക്കാർ തന്നെ പറയുന്നു, 1 മാസമായുള്ളവരോട് വന്നിട്ട് ഞങ്ങൾക്കിതൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ഞങ്ങളുമായി ഇടപഴകുന്നില്ല എന്ന്. അത് ശരിയാ 1 മാസമായുള്ളൂ. കാരണം അതിനു മുമ്പ് പേരുക്കട ഉണ്ടായിരുന്നല്ലോ. പേരുക്കട ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ പോലീസ് എന്ത് ചെയ്തു? ഈ കുട്ടിയെ അവിടെ ഞാൻ അറിഞ്ഞത്, ആ കുട്ടി ഈ 7 വയസ്സുകാരന് ആ പേരുക്കട ലോ കോളേജിൻ്റെ പുറകിൽ എവിടെ താമസിച്ചിട്ട് ആ അമ്പലമുക്കിൽ വരെ ആ കുട്ടി ഒറ്റയ്ക്ക് അത്രയും ട്രാഫിക്കിനിടയ്ക്ക് നടന്ന് അത് ഇയാൾ പഠിപ്പിച്ചാണെന്നാണ് പറയുന്നത്. ഈ രണ്ടാനച്ഛൻ അങ്ങനെ അവനൊരു എന്താ അയാൾ പുറകെ വരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അയാൾ നല്ല ക്രിമിനലാണ്. നമുക്ക് ഇനിയൊരു കാര്യം, വിട്ടുപോകുന്നു ഇയാളെ കേസ് വിട്ടപ്പോൾ ഞാൻ പറയണത്, ഞാൻ എപ്പോഴും കേസ് വിട്ടു പോകുമ്പോൾ വളരെ വേദനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലീസ് സെക്യൂരിറ്റി പ്രൊസീഡിങ്സ് എടുക്കണമെങ്കിൽ 1 കൂടുതൽ കേസുകളൊക്കെ വേണമെന്നുണ്ട്. ഈ ജഡ്ജ്മെൻറ്റിൽ തന്നെ പോലീസിൽ ഒരു പുതിയൊരു ആക്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയണത്. ഇങ്ങനെ വിട്ടുപോകുന്ന ക്രിമിനൽസിനെ അവരെ 8-10 വർഷം അവരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുക, അവരൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആ ജഡ്ജ്മെൻറ്റിനകത്ത് തന്നെ പറഞ്ഞത്. RDO കോടതിയിൽ ഇവർ കൃത്യമായിട്ട് പോയി ഇവരെ ഒബ്സർവ് ചെയ്യാനും ഇവരുടെ ചെയ്തികൾ നോക്കാനും അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല. അല്ല, ഒരാളെ വെറുതെ വിട്ടതിന് ശേഷം പിന്നെ അയാൾക്ക് മേൽ അല്ലല്ല, അത് വേറെ വ്യത്യാസമുണ്ട്. അയാൾ അല്ല, ഞാൻ ചോദിക്കുന്ന പോലീസിനല്ലാതെ ചെയ്യാൻ സാധ്യമാണോ? പോലീസിനും പറ്റും, RDO കോടതിക്ക് പറ്റും, ഗവൺമെന്റിനും പറ്റും. ഒരു പ്രത്യേക ആക്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ. ശരി, ഞാനൊരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് 2 മിനിറ്റേ ഉള്ളൂ. അഡ്വക്കേറ്റ് ശാന്തി മായാദേവി, ഇവിടെ ഈ അമ്മ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ മർദ്ദനം കുട്ടി കേൾക്കുമ്പോഴും അത് പുറത്തെവിടെയും പറയാതിരുന്നത് എന്ന് മാത്രവുമല്ല, ഇയാളുമായി ചേർന്ന അസമയത്താണ് അവരുടെ സഞ്ചാരം, ഇനി അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ പൊതുസ്ഥലത്ത് വെച്ച് പോലും ഇയാൾ മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട്
ഈ സ്ത്രീയെ മർദ്ദിക്കുന്നുണ്ട്. അതും ഒരു സ്വാഭാവികതയായി അങ്ങ് ഏറ്റെടുക്കുകയാണ് ആ സ്ത്രീ. അപ്പോൾ അങ്ങനെ സ്വയം ഈ ആക്രമണം മുഴുവൻ സ്വാഭാവികമായി ഏറ്റെടുക്കുന്നയാൾ കുഞ്ഞിനെതിരെ വരുന്ന ആക്രമണത്തെയും സ്വാഭാവികമായി കാണുന്നു. ഇതെന്ത് തരം മനസ്സാണ്? അത് മനസാക്ഷിയെ ഞെട്ടിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. വളരെ സ്ട്രേഞ്ച് ആണ്. അങ്ങനെ ഒരു അമ്മയ്ക്കും ചെയ്യാൻ പറ്റില്ല. സ്വന്തം അച്ഛൻ ആ കുഞ്ഞിനെ ഒന്ന് കരഞ്ഞതിനോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിക്കാൻ കയ്യോ ഉയർത്തിയാൽ പോലും യഥാർത്ഥത്തിൽ അമ്മ ഉടനെ വേണ്ട എന്ന് പറഞ്ഞു പോകും. അവിടെയാണ് സ്റ്റെപ്പ് ഫാദർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഈ കുട്ടി ഇങ്ങനെ ക്രൂരമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ നോർമൽ അല്ല, അല്ലെങ്കിൽ അവരൊരു മാതൃത്വം ഉള്ള ഒരു അമ്മയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഞാനത് എവിടെയോ വായിച്ചു, അവരുടെ മദർ ഇൻ ലോ, അതായത് ആദ്യ ഭർത്താവിൻ്റെ അമ്മ അവരെ ഇപ്പോഴും ന്യായീകരിക്കുന്നുണ്ട് അത്രേ, അവർ നല്ലൊരു അമ്മയാണ് എന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല അവർ എങ്ങനെയാണ് നല്ലൊരു അമ്മയാകുന്നത്. പക്ഷേ അവരുടെ എന്ത് സാഹചര്യത്തിലാണ് അവരിങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും കൂടെ നോക്കിക്കാണേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നേരത്തെ ആരോ പറയുന്നത് കേട്ടു, 3-ാം ദിവസം ഭർത്താവ് മരിച്ച് 3-ാം ദിവസമാണ് ഇവർ ഈ പുതിയ വിവാഹം അല്ലെങ്കിൽ ആ ഒരു പ്രീടെക്സ്റ്റിൽ ഇയാളുടെ കൂടെ കഴിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ ഇനി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അതിൻ്റെ പരിണിത ഫലങ്ങളിൽ എന്തെങ്കിലുമാണോ ഈ കഴിഞ്ഞ മരണങ്ങളെല്ലാം? ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു എൻക്വയറി തന്നെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തിയാൽ മാത്രമേ എന്ത് സാഹചര്യത്തിൽ ഈ സ്ത്രീ ഇങ്ങനെ പെരുമാറി, മാതൃത്വം ഇല്ലാണ്ട് പെരുമാറി, സ്ത്രീത്വത്തിൽ അല്ലാണ്ട് പെരുമാറി, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് പെരുമാറിയില്ല എന്നതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.